ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം നമ്മൾ ഇന്ന് വായിക്കുകയാണ്. വീണ്ടും ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു കയറ്റി കൽപ്പനകൾ കൊടുക്കുന്നതായിട്ട് ഇത് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നതാണ്. ആദ്യത്തെ കൽപ്പന അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ സമയത്ത് ധാർമ്മിക രോഷം പൂണ്ട മോശ അത് എറിഞ്ഞ് പൊട്ടിച്ചു. അതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചല്ലോ. നിങ്ങൾ ആ 34-ാം അധ്യായം ഇന്ന് വായിക്കുക. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതേസമയത്ത് സാക്ഷ്യ പേടകത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു വരികയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സാക്ഷ്യ പെട്ടകത്തെക്കുറിച്ചാണ്. ഇത് സമാഗമന കൂടാരത്തിൻ്റെ ഭാഗങ്ങളൊന്നാണ് സാക്ഷ്യപ്പെട്ടകം. അതിവിശുദ്ധ സ്ഥലത്ത് പൊന്നുകൊണ്ടുള്ളതായ ഒരു സാക്ഷ്യപ്പെട്ടകവും അതിനു മുകളിൽ ഒരു കൃപാസനവും അത് വെച്ചിരുന്നു. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള ഉടമ്പടിയുടെ ഒരു പ്രധാന മധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ആ കൃപാസനത്തിന്മേൽ 2 കെരൂബുകളെ അഭിമുഖമായി അതിന്മേൽ വെച്ചിരുന്നു. ആ കെരൂബുകളുടെ നടുവിലാണ് യഹോവയായ ദൈവം വന്ന മോശയോട് ദൈവഹിതം അറിയിച്ചിരുന്നത്. അതിൽ യാഗമൃഗത്തിൻ്റെ രക്തം അതിൽ തളിക്കുമായിരുന്നു. അവിടെയാണ് നമുക്കറിയാം, ഏദൻ എന്ന പർദീസായിൽ ജീവവൃക്ഷത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കേണ്ടതിന് പാപം ചെയ്ത അവസ്ഥയിൽ ജീവവൃക്ഷ ഫലം തന്ന് കൂടി അവൻ ഭക്ഷിച്ച് പാപത്തിൽ നിത്യജീവൻ ആകാതിരിക്കേണ്ടതിന് ദൈവം അവനെ പുറത്താക്കുകയും അവിടെ കെരൂബുകളെ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ കുന്തം കൊണ്ട് കുത്തേറ്റതായ സമയത്താണ് ആ കെരൂബുകൾ അവിടെ നിന്ന് കുന്തം നീക്കുന്നതും പർദീസയുടെ വാതിൽ പിന്നീട് തുറക്കപ്പെടുന്നതെന്നും നമുക്കറിയാം. ആ വാൾ ആദ്യം വീണത് നമ്മുടെ കർത്താവിൻ്റെ മേലാണ്. പിന്നീട് ആ വാള് നമ്മൾ ഓരോരുത്തരിലും അത് വീഴണം. എന്ന് പറഞ്ഞാൽ ആ ജഡീകമായിട്ടുള്ള ഒരു മരണം നമുക്ക് സംഭവിക്കണം. എന്ന് പറഞ്ഞാൽ പാപത്തിലുള്ള മരണം. അതിനുശേഷം ആത്മാവിലുള്ള പുനരുദ്ധാനം സംഭവിക്കണം. അതാണ് നമ്മുടെ സ്ഥാനത്തിൽ ഇത് സംഭവിക്കുന്നത്. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെടുകയും അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. പെട്ടകത്തിനകത്ത് 3 കാര്യങ്ങളാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. 1 മന്ന, 2 അഹരോൻ്റെ തളിർത്ത വടി, 3 കൽപ്പനകൾ. ഇതിൽ കൽപ്പനകൾ നമുക്കറിയാം, യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്ത ആ 10 നിയമങ്ങളാണ്. അതിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. 2 അതിൽ സൂക്ഷിച്ചു വച്ചിരുന്നത് മന്നായാണ്. അവരുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്ത ആ മന്നായുടെ ഭാഗം അതിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. ഈ മന്നായാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. ഇവിടെ യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരും സ്വർഗീയ അപ്പം ഭക്ഷിച്ചിട്ടുണ്ട്. മന്ന കർത്താവ് പറഞ്ഞ് ഭക്ഷിച്ചവരൊക്കെ മരിച്ചുപോയി. കാരണം അത് ശാരീരിക ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം താൽക്കാലികമായി ഇസ്രായേൽ ജനത്തിന് കൊടുത്തതാണ്. എന്നാൽ യേശു ക്രിസ്തു ആകുന്ന ആ മന്ന ആണ് എന്നും ഭൂമിയിൽ നിലനിൽക്കുന്നത്. നമ്മളിന്ന് ഭക്ഷിക്കുന്നതും ആ മന്നായാകുന്ന കർത്താവിൻ്റെ ശരീര രക്തങ്ങളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മന്ന നേരത്തെ കൊടുത്ത സമയത്ത് നമ്മൾ ഇതിനുമ്പ് വായിച്ചതാണല്ലോ, അന്നന്ന് ആവശ്യമുള്ളത് പെറുക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് അവർ ശേഖരിച്ചു വെച്ചതൊക്കെ ക്രമിച്ചുപോയി. എന്നാൽ ഈ പേടകത്തിൽ സൂക്ഷിച്ച മന്ന 40 വർഷം കഴിഞ്ഞിട്ടും അതിനൊരു കേടും അവിടെ സംഭവിച്ചില്ല. കാരണം അത് ദൈവത്തിൻ്റെ കൃപാസനത്തിൽ അല്ലെങ്കിൽ ഈ വലിയ സാക്ഷ്യ പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ തേജസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മന്ന ഒന്ന് കർത്താവിൻ്റെ ശരീരക്തങ്ങൾ, അതുപോലെ തന്നെയാണ് ദൈവവചനവും.
അത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ദൈവവചനം നമ്മിൽ വസിച്ചാൽ ഒരിക്കലും അത് ജീർണിച്ചു പോകുകയില്ല. അതെന്നും നമുക്ക് ജീവൻ നൽകുന്ന ഒരു വലിയ ഭക്ഷണമായി അത് നമ്മിൽ അവശേഷിക്കും. അതോടെ എല്ലാ ദിവസവും ദൈവവചനം വായിച്ച് ഭക്ഷിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതാണ് അല്ലെങ്കിൽ പാപത്തെ ചെറുക്കുവാൻ ജീവനുള്ള അവസ്ഥയായി നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. 3 അഹറോൻ്റെ തളിർത്ത വടിയാണ്. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാഗത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾക്ക് വായിക്കാം. അഹറോൻ്റെ തളിർത്ത വടി, അതായത് ഇസ്രായേൽ ജനം മോശയ്ക്കും അഹറോനുമൊക്കെ എതിരായിട്ട് പിറുപിറുത്തതായ ആ സമയത്ത് യഹോവയായ ദൈവം പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ബദാമിൻ്റെ ആ വടി വെട്ടി എല്ലാവരും അവിടെ കൊണ്ടുവച്ചു. എന്നാൽ അതിൽ ഒരു തടി പിറ്റേ ദിവസത്തേക്ക് ആ ഉണങ്ങിയ തടി അത് തളിർത്ത് പൂത്ത് അത് ഫലം കായ്ച്ചു. അതാണ് അഹറോൻ്റെ തളിർത്ത വടി. അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള ഒരു വലിയ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം ആ വടി നമ്മെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവിനോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ എത്ര ഉണങ്ങിയവരാണെങ്കിലും നമുക്ക് വീണ്ടും തളിർത്ത് പൂക്കുവാൻ നമുക്ക് സാധിക്കും. എത്ര പ്രായം ചെന്നാലും എത്ര വാർദ്ധക്യത്തിലായിരുന്നാലും ആ സമയത്തും ആ ദൈവത്തോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ നമുക്ക് തളിർത്ത് വീണ്ടും പ്രവർത്തിക്കാൻ സാധിക്കും. 80 വയസ്സ് പ്രായമായപ്പോഴാണ് ദൈവം മോശയെ വിളിച്ചതെന്നും ആ വാർദ്ധക്യത്തിലാണ് അദ്ദേഹം തളിർത്ത് പൂത്ത ഫലം കായ്ച്ച ഒരു വടിയായി പിന്നീട് 40 വർഷം ഇസ്രായേൽ ജനത്തെ വഴിനടത്തുവാൻ കാരണമായിട്ട് തീർന്നതും. പലപ്പോഴും നമ്മളൊക്കെ പ്രായമാകുമ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പലപ്പോഴും നിരാശയിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. അതൊരിക്കലും പാടില്ല. എത്ര ഉണങ്ങിയ വടിയും തളിർത്തതാകുവാനും ഇത് ഫലം കായ്ക്കുന്നതാകുവാനും നമുക്ക് സാധിക്കും. അത് ദൈവത്തോടുള്ള വലിയ ബന്ധത്തിലാണെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് യഹോവയായ ദൈവം ഈ കൃപാസനത്തിന്മേൽ വന്നാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് അറിയിക്കുവാനുള്ളതായ ദൈവത്തിൻ്റെ ഹിതത്തെ അറിയിച്ചിരുന്നത്. മോശയ്ക്ക് ശേഷം പിന്നെ മഹാപുരോഹിതന്മാർ വർഷത്തിലൊരിക്കൽ ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും ആ കൃപാസനത്തിന്മേൽ ദൈവത്തിൻ്റെ ആ തേജസ് വന്ന് അവരോട് സംസാരിക്കുകയും അവിടെ ചെയ്തിരുന്നു. അപ്പം ഇതനുസരിച്ച് ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയിൽ, ദൈവവചന ധ്യാനത്തിലൊക്കെയും കർത്താവ് നമ്മോട് അത് സംസാരിക്കുന്ന വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഇന്നും ഒരിക്കലും നശിച്ചു പോകാത്ത ആ മന്നയും ആ ഒരു തളിർത്ത വടിയും കർത്താവിൻ്റെ കൽപ്പനകളും ഒക്കെ പാലിച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ സർവശക്തനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ 34-ാം അധ്യായം വായിക്കുക. അതിനുശേഷം ഞാൻ ഇപ്പം വായിച്ചു പോയ അധ്യായത്തിൽ ചില കാര്യങ്ങൾ ഇതിന് ശേഷം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു സുഖദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.